ദിനോസറിൻ്റെ കാലഘട്ടത്തിലുള്ള സൗരയൂഥത്തിനപ്പുറത്ത് വന്ന ഒരു ശരിയാണ്. അപ്പോൾ വരുന്നത് ശരിയാണ്. ഭൂമിയിൽ പതിച്ചിട്ടിപ്പോൾ അത്ര വർഷമൊന്നും ആയിട്ടില്ല. 2013 ആണ് പതിച്ചത് ഭൂമിയിൽ. അപ്പോൾ അതിൻ്റെ മുന്നേ വരാൻ തുടങ്ങിയ ഒരു ഉൽക്കാശീലാണ്. അപ്പം ഇതിന് കാന്തം പറ്റി പിടിക്കുന്ന നേരിയ തോതിൽ ഇരുമ്പാണ് ഉണ്ട്. അതുകൊണ്ട് രണ്ട് തരം ഉൽക്കകളുണ്ടല്ലോ, ഇരുമ്പുള്ളതും ഇല്ലാത്തതും. രണ്ടും നല്ല മൂല്യമുള്ള ഉൽക്കശിലയാണ്. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ അംശം കുറവുള്ള ഉൽക്കശിലയാണ്. പിന്നെ വന്നിട്ട് ഡയമണ്ടൊക്കെ ചെറിയ തോതിൽ അടങ്ങിയിട്ടുണ്ട് ബഹിരാകാശത്തുള്ള. ദിനോസറിൻ്റെ കാലഘട്ടം പറയുമ്പോൾ ക്രയാറ്റിസ് യുഗത്തിലുള്ള ഒരു ഉൽക്കശിലയാണിത്. പിന്നെ ധാരാളം മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒരു ടെസ്റ്റ് നടത്തി. ഇനിയിപ്പം വേറൊരു എന്താ പറയുക, കെമിക്കൽ ടെസ്റ്റ് നടത്താണ്ട്. അത് ഇതിൽ നിന്നും 1 ഗ്രാം എടുത്തിട്ട് ഒരു ആസിഡിൽ ഒഴിച്ചിട്ടുള്ളൊരു ടെസ്റ്റാണ്. അപ്പോൾ ഇത് മൊത്തം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ രൂപത്തിൽ നമുക്ക് തിരിച്ചു കിട്ടില്ല, എല്ലാം ഉരുക്കി പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊരു സംഭവം, ഇതങ്ങനെ ഉരുകുന്നതോ എന്തെങ്കിലും അങ്ങനത്തെ ഒന്നുമില്ല. നല്ല ഒരു ഉറപ്പുള്ള സംഭവമാണ് ഈ ഉൽക്കശില.